ഡൊണാൾഡ് ട്രംപ് ഗൾഫിൽ വരുന്നു, അതിനെന്താ വന്നോട്ടെ എന്ന് ചോദിക്കുന്ന പ്രവാസികൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ വരവ് പ്രവാസികളെയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും ചിലപ്പോൾ ബാധിച്ചേക്കാം. ട്രംപ് ഭരണകാലത്ത് US-ന്റെ H-1B വിസയ്ക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഗൾഫ് US ബന്ധം മെച്ചപ്പെടുകയാണെങ്കിൽ ഈ നയങ്ങൾ കൂടുതൽ ശക്തമാകുകയും അതിന്റെ ഭാഗമായി സൗദി UAE ലോക്കലൈസേഷൻ പോളിസി ശക്തമായേക്കാം. നാഷണലൈസേഷൻ കൂടാം, കൂടാതെ വിസ നിയമങ്ങൾക്ക് മാറ്റം വന്നേക്കാം. അതുവഴി പ്രവാസി തൊഴിൽ അവസരങ്ങൾ കുറയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കൂടാതെ സൗദിയുമായി ട്രംപിന് അടുത്ത ബന്ധമുള്ളതുകൊണ്ട് തന്നെ എണ്ണ ഉൽപാദനം നിയന്ത്രിക്കുന്ന നയം വരികയാണെങ്കിൽ ഉൽപാദനം കുറയും. ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. ഇനി ബിസിനസ് രംഗത്തുള്ളവരാണെങ്കിൽ ട്രംപ് കാലഘട്ടത്തിൽ ഇന്ത്യൻ അമേരിക്കൻ വ്യാപാര ബന്ധങ്ങളിലും സമ്മർദ്ദമുണ്ടായിരുന്നു. പ്രതിരോധം, എനർജി, ഫാർമസ്യൂട്ടിക്കൽ മേഖലകൾ ഒഴിച്ച് ഇന്ത്യൻ പ്രോഡക്ട്സിന്റെ ടാരിഫ് കൂട്ടിയിരുന്നു US. ഗൾഫ് സഖ്യം ഗൾഫിലെ ഇന്ത്യൻ കയറ്റുമതിയെ ബാധിക്കുമോ എന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇതുകൂടാതെ കൂടുതൽ ഇന്ത്യക്കാരും ഗ്രീൻ കാർഡിനായി US-ലും ഗൾഫ് മേഖലയിലും മറ്റും ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതുവഴി US-ന്റെയും ഗൾഫിന്റെയും സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടും. എന്നാൽ ഇന്ത്യൻ ബിസിനസ്സുകളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും വളർച്ച മന്ദഗതിയിലാകും. ഇതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രവാസി തൊഴിലാളികൾ വഴി ഇന്ത്യക്ക് റെമിറ്റൻസ് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. എന്നാൽ പോലും ഭാവിയിൽ പ്രവാസി തൊഴിലാളികളുടെ സുരക്ഷ കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഈ വരവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ പറയുക.